ഓക്കെ സുഹൃത്തുക്കളെ, എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പിന്നെ ഇന്നത്തെ വെറുതെ സംസാരിക്കാമെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ന് കണ്ടില്ലേ മറ്റേ പേജറുകൾ, മറ്റേ ഇസ്രായേലിൻ്റെ അവർ ഒരേ സമയത്ത് തന്നെ എത്ര നല്ലൊരു ശതമാനം പേജറുകളൊക്കെ ഒരേ സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചത്. ഒരു ഫോണിന് പകരം ഉപയോഗിക്കുന്ന പേജറുകൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ അവരുടെ ടെക്നോളജിയുടെ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും നല്ല സെറ്റപ്പായിട്ടാണ് അവർ ചെയ്യുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഇസ്രായേലിയുടെ അവരുടെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, എന്താണ്, അതായത് ഫോണുകൾ ഉപയോഗിക്കേണ്ട, അത് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പേജറുകൾ ഉപയോഗിക്കാം. പേജറുകൾ ഉപയോഗിച്ചപ്പോൾ അത് അവർ സെറ്റപ്പായിട്ട് ഇസ്രായേൽ സെറ്റപ്പായിട്ട് അത് എല്ലാവരും 400 ഇത് മരിച്ചു പോകും, 10,000 പേർക്ക് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്, പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. പിന്നെ വെറുതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് പിന്നെ ഇത് വാങ്ങിച്ചാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഇതുപോലെ തീവ്രപരമായിട്ടുള്ള രീതികൾ കൊണ്ടൊന്നും ഒരു ഇതല്ല, ശരിയായ രീതിയല്ല. അത് നയപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ എപ്പോഴും തീക്കേണ്ടത് രാജ്യത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും. പിന്നെ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയുള്ളതാണ് മറ്റുള്ള ഇപ്പം ബംഗ്ലാദേശ്, ചൈന, പിന്നെ പാകിസ്ഥാൻ, പിന്നെ അമേരിക്ക പോലും നമ്മുടെ വികസനത്തിന് എതിരാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അവർക്ക്. അപ്പോൾ നമ്മൾ ശരിക്കും തന്ത്രപരമായിട്ടും ഇതായിട്ട് റോയും അതൊക്കെ ഉൾപ്പെടുത്തി ശരിയായ രീതിയിലാണ് എപ്പോഴും നിർത്തേണ്ടത്. ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ എപ്പോഴും രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഇത് കൊണ്ടുപോകേണ്ടത്. കാരണം അത് അങ്ങനെ പോയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അത് അത്രയും ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ആൾക്കാർ വേണം, അതിന് തലയുള്ള ആൾക്കാർ. പിന്നെ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ? അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഓക്കെ ഗൈസ്, ഇവിടെയുള്ള ആൾക്കാരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നല്ല രാജ്യസ്നേഹമൊക്കെയുള്ള, നല്ല മനുഷ്യരായി, നല്ല സ്നേഹമൊക്കെയുള്ള, മറ്റുള്ളവരെ അംഗീകരിച്ചും നല്ല സ്നേഹത്തോടു കൂടി വേണം എപ്പോഴും മുന്നോട്ട് പോകാൻ. വെറുതെ കാണിക്കാൻ ഒരു സ്നേഹം ഇതും, പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ മറ്റുള്ള ഇതിനകത്ത് പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ അവരുടേതായ മറ്റേ ടീമുകൾ ഒരുമിക്കുമ്പോൾ വേറെ സ്വഭാവം, അതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇപ്പോഴും രാജ്യസ്നേഹമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അപ്പോഴും കാര്യമാണ്. പിന്നെ ഉള്ള കാര്യം, ബംഗ്ലാദേശൊക്കെ നമുക്ക് പണി തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ പാകിസ്ഥാൻ, അടുത്തുള്ള ചൈന, ഇതിനൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്, ഞാൻ പണ്ടേ പറഞ്ഞു, അമേരിക്ക, ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കാൻ പറ്റുന്ന, ഇന്ത്യക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യത്തിൻ്റെ കൂടെയാണ് ഇന്ത്യ കൂട്ടുകൊടുക്കുന്നത്. അതിന് ഏറ്റവും ബെറ്ററായിട്ടുള്ളത് ഇസ്രായേൽ, റഷ്യ, ഫ്രാൻസ്, അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവരുമായിട്ടാണ് ഇന്ത്യ എപ്പോഴും ഒരു നല്ല ബന്ധങ്ങൾ എപ്പോഴും നിലനിർത്തി പോകേണ്ടത്. ഈ ചൈന, അമേരിക്കയോട് നയപരമായിട്ട് നിൽക്കണം, എപ്പോഴും ചൈനയോട് നിൽക്കണം, ഒരു ഇതൊന്നും ഉണ്ടാവാതെ എപ്പോഴും സൂക്ഷിക്കണം. പിന്നെ ഉള്ളത്, അവർ പണി നമ്മുടെ വളർച്ച അവർക്ക് നല്ല ഇതുണ്ടാകുമ്പോൾ അവർ അത് തടഞ്ഞു നിർത്താൻ അവർ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം കണ്ടില്ലേ ബംഗ്ലാദേശിലുള്ള ഈ സംഭവങ്ങളൊക്കെ, ഈ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ വന്നപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ ഇത് ചെയ്തത്, തെറ്റായ ധാരണ വരുത്തി. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പോലും ആറ്റം ബോംബ് വാങ്ങിക്കണം എന്നുള്ളത്, എന്നിട്ട് ഇന്ത്യൻ്റെ ഇങ്ങോട്ട് പൊട്ടിക്കണം എന്നൊക്കെയുള്ള ഇതിലാണ്. അതിലൊക്കെ റോയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ഇന്ത്യൻ്റെ സിസ്റ്റമാറ്റിക് ഇതാണ്. അതിൻ്റെ വ്യക്തമായിട്ട് റോയുടെ പരിപാടിയൊന്നും ഒരു മനുഷ്യനറിയില്ല, അത്രയും വ്യക്തമായിട്ടാണ് ഇടപെടുക എല്ലാ കാര്യങ്ങളും. പിന്നെ നയതന്ത്ര കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയാണ്. അത് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ് കൂടി നടപ്പാക്കുക. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും വലിയ ഒന്നും അവർ ചെയ്യാനൊന്നും പോകുന്നില്ല. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കും. ഇൻ കേസ് നമ്മുടെ രാജ്യത്തിന് ഭീഷണി അതിനനുസരിച്ച് അവർ ഒതുക്കുക തന്നെ ചെയ്യും. അത് വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, പിന്നെ കണ്ടില്ലേ മാലദ്വീപൊക്കെ കുറേ ചൊറിഞ്ഞ് നടന്നിട്ട് അവർക്കൊക്കെ നല്ല പണി കിട്ടിയ കണ്ടില്ലേ. അവരൊക്കെ ഇപ്പോൾ ഒതുങ്ങി, ഇപ്പം മോയിസോ അവനൊക്കെ ഇപ്പം ഒതുങ്ങി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്നു തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ രീതികളുണ്ട് ഓരോന്നിനും. അങ്ങനെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാം, നന്നായിട്ടിരിക്കാം. ഓക്കെ ഗൈസ്.